ജസ്ന തിരോധാന കേസിൽ വെളിപ്പെടുത്തലുമായി മുണ്ടക്കയത്തെ ലോഡ്ജ് മുൻ ജീവനക്കാരി രമണി. ജസ്നയോട് സാമ്യമുള്ള പെൺകുട്ടി അന്ന് ലോഡ്ജിൽ എത്തിയിരുന്നതാണ് ആയാണ് വെളിപ്പെടുത്തൽ. മുൻപ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയാണ് രമണി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ആരോപണം തള്ളി ലോഡ്ജ് ഉടമയും ജസ്നയുടെ പിതാവും രംഗത്ത് വന്നു. ജസ്ന കേസിൽ എന്തും വാർത്തയാവുന്ന കാലത്താണ് ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ് മുണ്ടക്കയത്തെ ലോഡ്ജ് ജീവനക്കാരി രംഗത്തു വന്നത്. യുവാവിനൊപ്പം ജസ്ന ലോഡ്ജിലെ 102 നമ്പർ മുറിയിൽ താമസിച്ചെന്നാണ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ. കാണാതായപ്പോഴത്തേക്ക് ഫോട്ടോ കണ്ടു പത്രത്തിൽ. അന്നേരം ഞാൻ വിധിയോട് പോയിട്ട് ചോദിച്ചു, വിധി അന്ന് വന്നാൽ കൊച്ചലെ വിധിക്കുന്നത് പറഞ്ഞു, നമുക്ക് വേറെ പണിയൊന്നുമില്ല, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പോകാൻ സമയം ഒരു ചെറുപ്പനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ടെസ്റ്റ് ഞാൻ എറണാകുളം പോകുന്നത് അതിന് വന്നതാണ് എന്ന് എന്നോട് പറഞ്ഞു. ജസ്നയെ കണ്ടെന്ന സ്ത്രീയുടെ ആരോപണം ലോഡ്ജ് ഉടമ തള്ളി. ജീവനക്കാരിയുടെ തെറ്റായ പ്രവണത എതിർത്തതിലുള്ള വൈരാഗ്യമാണ് ഇപ്പോഴത്തെ ആരോപണത്തിനുള്ള കാരണമെന്നും ലോഡ്ജ് ഉടമ ബിജു പറഞ്ഞു. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എന്നെ ഇവരെല്ലാം മറ്റേ ക്രൈംബ്രാഞ്ചാണ് പത്തനംതിട്ട ശാമ്പ്യം വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ പുള്ളി പറയുന്നില്ല. ഇപ്പൊ ഞാൻ ഈ വിഷയം ഉണ്ടായപ്പോൾ മാത്രം പറയാൻ എന്താണ് ഉദ്ദേശം? ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ജസ്നയുടെ പിതാവും തള്ളിക്കളഞ്ഞു. ജസ്ന ഇവിടെ നിന്ന് പോയി 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ വലിയ ബാഗുമായിട്ട് വരുന്നൊരു കൊച്ചൻ. ആ കൊച്ചിനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളത് അതല്ല. അപ്പോൾ ഈ സ്ത്രീ പറയുന്നതിനകത്ത് വാസ്തവമൊന്നുമില്ല. എൻ്റെ കൂടെ സമാന്തര അന്വേഷണത്തിനുള്ള CBI അന്വേഷിക്കുന്ന എൻ്റെ 3-4 സുഹൃത്തുക്കളെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഈ നമ്പർ തന്നിട്ട് വിളിക്കുക, എവിടെയാണെന്ന് നോക്ക്. അവർ പോയി അന്വേഷിച്ചതാണ്. അപ്പോൾ അതിനകത്ത് വാസ്തവമുണ്ട്. മുമ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസ് CBI ആണ് നിലവിൽ അന്വേഷിക്കുന്നത്. നിലവിലെ വെളിപ്പെടുത്തലിൽ പുതിയതായി ഒന്നുമില്ലെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കൈരളി ന്യൂസ്, കോട്ടയം.